നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വികസന കുതിപ്പും യുവതിയുടെ തൊഴിൽ സ്വപ്നങ്ങളും അട്ടിമറിക്കാൻ കോഴ വാങ്ങി സമരം സംഘടിപ്പിച്ച വി.ഡി. സതീശനെ തിരിച്ചറിയണമെന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്ത് ഇന്ന് ഡിവൈഎഫ്ഐ യുവജന പ്രതിഷേധം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് വീണ്ടും കേരയിൽ ചർച്ചാ വിഷയമാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കേരയിൽ നടപ്പിലാക്കുമെന്ന ഇടതു സർക്കാരിന്റെ വാഗ്ദാനവും അതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധവുമാണ് ചർച്ചയാകുന്നത്. ഇത്തവണ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണമാണ് ചർച്ചയാകുന്നത്. കേരളയിൽ വിരുദ്ധ സമരം നടത്താൻ വി.ഡി. സതീശൻ കോർപ്പറേറ്റുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന പി.വി. അൻവർ എം.എൽ.എ. നിയമസഭയിലാണ് ആരോപണം ഉന്നയിച്ചത്. ഇതിനു പിന്നാലെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ഇടതു സംഘടനകൾ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ഗുരുതര ആരോപണവുമായി പി.വി. അൻവർ എം.എൽ.എ. മുന്നോട്ട് വന്നിരുന്നു. പദ്ധതി അട്ടിമറിക്കാൻ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്നും പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണമാണ് അൻവർ നിയമസഭയിൽ നടത്തിയത്. കോർപ്പറേറ്റുകളുടെ കൈക്കൂലി കൈപ്പറ്റി കേരയിൽ വിരുദ്ധ സമരം നടത്തിയ വി.ഡി. സതീശനെതിരെ ശക്തമായ അന്വേഷണം നടത്തണമെന്നാണ് ഡിവൈഎഫ്ഐ നേതൃത്വം ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഉദ്ദേശിച്ച സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ച സിൽവർ ലൈൻ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഐ.ടി. കോർപ്പറേറ്റുകളിൽ 150 കോടിയോളം രൂപ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഞെട്ടിക്കുന്നതാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജും പ്രസിഡന്റ് വി. വസീഫും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ യുവാക്കൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന സംസ്ഥാനമായ കേരളത്തിൽ ഐ.ടി. മേഖല അടക്കമുള്ള വിവിധ മേഖലകളിൽ യാത്രാ പ്രശ്നം ഉൾപ്പെട്ട പരിഹരിച്ച് അടിസ്ഥാനമായ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തൊഴിലും നിക്ഷേപവും എത്തിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച കേരയിൽ പരാതിക്കെതിരെ നടത്തിയ സമരം കേരള ജനതയുള്ള വെല്ലുവിളിയായിരുന്നു. കേരയിൽ പദ്ധതി നടപ്പായാൽ കേരളത്തിന്റെ ഐ.ടി. മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വളർച്ച ഇല്ലാതാകാം. അന്യ സംസ്ഥാനങ്ങളിലെ ഐ.ടി. ഭീമന്മാർ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേരളവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധം. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലായിരുന്നുവെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന സൗകര്യം വളരെ വേഗം ഉയരുമായിരുന്നു. ഐ.ടി. മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരവും ഉണ്ടാകുമായിരുന്നുവെന്നും പി.വി. അൻവർ ആരോപിച്ചു. അതിവേഗ റെയിൽ പാതയ്ക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് സംഘടിതമായി പ്രവർത്തിച്ചുകൊണ്ട് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഡിവൈഎഫ്ഐ ഇതര സംസ്ഥാനങ്ങളിൽ അതിവേഗ പാതകളോട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത കോൺഗ്രസ് ബി.ജെ.പിയും കേരളത്തിൽ മാത്രം ഇത് അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത് അന്ന് തന്നെ സംശയാസ്പദമായിരുന്നു. കോൺഗ്രസിന്റെ ഈ ഇരട്ടാപ്പിന് പിറകിൽ കോർപ്പറേറ്റുകൾ ഒഴുക്കിയ പണമായിരുന്നു എന്നാണിപ്പോൾ മനസ്സിലാക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് കർണാടക കേന്ദ്രീകരിച്ചുള്ള ഐ.ടി. കോർപ്പറേറ്റുകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപയുടെ കൈക്കൂലി 3 തവണകളായി കൈപ്പറ്റി എന്നതും അതിന്റെ ഇടനില നിന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കെ.സി. വേണുഗോപാലാണെന്നും ഏറെ ഗൗരവതരമാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നു. കേരളത്തിലെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾക്ക് തുരങ്കം വെക്കുകയും യുവാക്കളുടെ തൊഴിലവസരം ഇല്ലാതാക്കുകയും കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി കേരളത്തെ വഞ്ചിക്കുകയും ചെയ്ത വി.ഡി. സതീശനെതിരെ അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഇന്നലെ തലസ്ഥാനത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇന്ന് സംസ്ഥാനത്തെമ്പാടും ജില്ലാ മേഖലാ കേന്ദ്രങ്ങളിൽ യുവജന പ്രതിഷേധം നിൽക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്.